അടുപ്പിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ആൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. നമ്മളിവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ അയൽവാസി മധുവേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ മുരളിയേട്ടന് വിളിച്ചതാണ് എന്നെ. ഇവിടെ ഒരു കിച്ചണിലൊരു പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഈ ഡോറിൻ്റെ ഉള്ളിലൂടെയാണ് ആൾ ഉള്ളിൽ കയറിയത്. ഇതിന് ഒരു ചെറിയൊരു ഗ്യാപ്പുള്ളൂ, എന്താ ഒരു വിരലിൽ പോകാനുള്ള ഗ്യാപ്പുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആൾ കയറി പോയത്. അത് കയറിയിട്ട് നേരെ ഇവിടെ അടുപ്പിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ആൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു മൂർഖൻ്റെ ഒരു കുട്ടിയാണ്. പക്ഷെ ആൾ ഇതിൻ്റെ ടോപ്പിൽ കയറി. അപ്പോൾ കയറാൻ മിക്കവാറും ഇതിലൂടെ അങ്ങനെ കയറാൻ ചാൻസ് ഇല്ല. മിക്കവാറും ഇതിൽ കൂടെ അങ്ങനെ കയറിയതായിരിക്കാം. അല്ലാതെ ഇത്ര ഈ ഗ്രിപ്പിൽ അതിന് കയറാനുള്ള ഒരു ചാൻസ് കാണില്ല. പക്ഷെ ഏതായാലും ആൾ അടുപ്പിലെത്തിയത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഏതായാലും അതിന് റെസ്ക്യൂ ചെയ്യുക. കാരണം ഇതിൻ്റെ രണ്ടടുപ്പിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ ഒരു പുക കോയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോളിൽ കൂടെയാണ് അത് അങ്ങോട്ട് പോയി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു ടോപ്പ് ഉണ്ട്. ആ ടോപ്പ് ഊരിയാലേ അതിന് കിട്ടുള്ളൂ. ഇവിടുന്ന് നമുക്ക് ഇനി കിട്ടില്ല. ടോപ്പ് ഊരിയാൽ ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അങ്ങോട്ട് പോകും. ഏതായാലും നമുക്ക് നോക്കാം. അതോടെ അവിടെ ലൈറ്റ് ഉണ്ടോ വേറെ? നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ടോപ്പ് കിടക്കുന്നത്. ഇതാണ് ആ പുകൻ്റെ പൈപ്പ് പോണത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഇവിടെ ഒരു ഹോളാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ആളുള്ളത്. വേണ്ട, ഇനി വേണ്ട, നിങ്ങൾ അവിടുന്ന് മാറുന്നേക്ക്, ചെരുപ്പ് കാത്തല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആൾ പോയത്. കണ്ടോ, അതാണ് ആൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂർഖനാണ്. അപ്പോൾ ഇവിടുന്ന് അതിനെ പിടിക്കണം. അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ചിലപ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് ചാടും. അങ്ങോട്ട് പോവാണ്. ആളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ അങ്ങോട്ട് ടോപ്പ് അവിടെ അടക്കുക, അല്ല ഇതിൽ കൂടെ ചാടുക. അപ്പോൾ ആള് ഇതിൽ കൂടെ വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ ചെറിയ പൈപ്പിൽ കയറ്റിയാൽ മതി. ആള് അധികം സൈസൊന്നുമില്ല, പക്ഷെ കടി കിട്ടിയാൽ പിന്നെ ഏത് സൈസായാലും പ്രശ്നമാണ്. അതോടെ നമുക്ക് ആ ഭാഗം ഫസ്റ്റ് അടക്കാം. ഈ ഭാഗം അടച്ചിടുക, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിൽക്കും. എന്തെങ്കിലും ഒരു തുണിക്കഷ്ണം ഉണ്ടാവുമോ? ഇത് മതി, ഈ വെസ്റ്റ് മതി, ഈ താഴെ കുഴപ്പമില്ലല്ലോ. ഇവിടെ അടച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇതിലൂടെ കിട്ടും ആളെ. അതോടെ ഒരു കത്തി വരോ? അതോടാ കത്തി എവിടെ? കത്തി എടുത്തോ.
അപ്പോൾ നമ്മൾ കുഴപ്പമില്ല റെസ്ക്യൂ ചെയ്ത് ചെറുതായതുകൊണ്ട് നല്ല ഓട്ടമാണ് ഇവിടെ കിടന്നുകൊണ്ട്. ഒന്നാമത് നല്ല സ്ലിപ്പായി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ഭയങ്കര ഓട്ടമായി പോയി. അതെല്ലാം നമ്മളതിനെ റെസ്ക്യൂ ചെയ്ത്. മകളുടെ ഇതെങ്ങനെ കണ്ടത് നിങ്ങൾ? എങ്ങനെ കണ്ടേ? വെള്ളം എടുക്കാനോ? അങ്ങനെ അടുപ്പിലാ കണ്ടത്? എങ്ങനെ? അത് ശരി. ഇവിടെ ഇതിന്റെ ടോപ്പിലുണ്ടായിരുന്നേ? അത് ശരി. ആ, ഇവിടെ ഇതിന് മുകളിൽ തൂങ്ങി കിടക്കായിരുന്നേ? അത് ശരി. അപ്പോൾ മിക്കവാറും ഇതിൽ കൂടെ വരാൻ ചാൻസ് ഇല്ലായൊന്നുമില്ല. ഇതിൽ കൂടെ ഈ നെറ്റിനുള്ളിൽ കൂടെ ഒക്കെ ആ സൈസ് ഉള്ളത് വരും. അപ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ വന്നതായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ താഴെ കൂടെ വന്നിട്ട് ഈ കസാര കൂടെ കയറി ഇങ്ങോട്ട് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അതാണ് ഇപ്പോൾ ഒരു പാമ്പിന് ഇപ്പോൾ ഒരു ചെറിയൊരു മൂർഖൻ്റെ കുട്ടിയാണ്, പക്ഷേ അത് ഇതിൽ കൂടെ ഒക്കെ കയറി പോയെന്ന് പറഞ്ഞാൽ അത്രത്തോളം ആയിണ്. അപ്പോൾ അതാണ് സംഭവം. ഇത് ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ കയറി ഇപ്പോൾ ഇവർ വെള്ളം എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് സാധനത്തിനെ കാണുന്നത്. അത് നേരെ പോയി ആ ടൈമിൽ അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ പാമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഡയറക്റ്റ് കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചില സമയത്ത് നമ്മളൊക്കെ എല്ലാ വീട്ടിലും ഇതുപോലെ ഈ വേസ്റ്റൊക്കെ കൈകൊണ്ടാവും വാരിയെടുക്കുക. ആ ടൈമിലൊക്കെ ഇത് കൈക്ക് ബയറ്റെടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മളെ വീടും പരിസരമൊക്കെ കഴിയുന്നിടത്തോളം വൃത്തിയാക്കുക. പിന്നെ ഇങ്ങനത്തെ ഇപ്പോൾ പാമ്പുകൾ ഒരുപാട് കൂടുതലാണ് എല്ലായിടത്തും. അപ്പോൾ
മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലത്. അല്ലാതെ ഇപ്പോൾ അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ അവർ ഇവിടെ എന്തോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തൊക്കെ ഇട്ടുന്നത് പാമ്പിനെ കണ്ടപ്പോൾ ഇട്ടതായിരിക്കാം. അപ്പോൾ പാമ്പിന് ഇങ്ങനത്തെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ആണെങ്കിലും മണ്ണെണ്ണാണെങ്കിലും അങ്ങനെ ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല, പാമ്പ് വരാതെ വെക്കില്ല. എല്ലാം അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും പാമ്പിന് വരാൻ പാമ്പ് വരും, ഉറപ്പായിട്ട് വരും. അപ്പോൾ മാക്സിമം നമ്മൾ വൃത്തിയാക്കി വെക്കുക സ്ഥലം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.